നമസ്കാരം. അടുത്തിടെ പുറത്തിറങ്ങിയ ചാവ എന്ന ചിത്രത്തിന് ശേഷം മഹാരാഷ്ട്രയിലെ അന്തരീക്ഷം ആകമാനം മാറിയ നിലയിലാണ്. ആളുകൾ യഥാർത്ഥ ചരിത്രം അറിഞ്ഞപ്പോൾ മുതൽ മുഗൾ ആക്രമണകാരിയായ ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ചക്രവർത്തി ഔറംഗസീബിന്റെ ഛത്രപതി സംഭാജി നഗറിലെ മുഗൾ ദാബായിലുള്ള ശവകുടീരം നീക്കണമെന്ന ആവശ്യവുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയ വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇതിൽ സംഘപരിവാറിന് പിന്തുണ നൽകിക്കൊണ്ട് ശവകുടീരം നീക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കർസേവ നടത്തുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടയിൽ നാഗ്പൂരിൽ മുസ്ലിം മതമൗലികവാദികൾ ആക്രമണം അഴിച്ചുവിട്ടു. 1000-ലധികം മതമൗലികവാദികൾ വലിയ തോതിൽ കല്ലെറിയലും തീവയ്പും നശീകരണ പ്രവർത്തനങ്ങളും നഗരത്തിൽ നടത്തി. ഇതേ തുടർന്ന് നാഗ്പൂരിലുടനീളം BNSS സെക്ഷൻ 163 ഭരണകൂടം ചുമത്തിയിട്ടുണ്ട്. അതേസമയം നാഗ്പൂരിന്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിറ്റ്നിസ് പാർക്ക് പ്രദേശത്താണ് ആദ്യ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് മതമൗലികവാദികൾ പോലീസ് സംഘത്തിന് നേരെ കല്ലെറിഞ്ഞു. ഇതിൽ 6 പേർക്കും 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇതിനുശേഷം മതമൗലികവാദികളുടെ ഈ ജനക്കൂട്ടം കേഡ്വാലിയിലും ഗണേഷ് പൂട്ടിലും എത്തി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 1000-ലധികം മതമൗലികവാദികൾ വലിയ തോതിലുള്ള കല്ലെറിയൽ, നശീകരണ പ്രവർത്തനങ്ങൾ, തീവയ്പ് എന്നിവ നടത്തിയതായും റിപ്പോർട്ടുണ്ട്. രാത്രി 8-നും 8:30-നും ഇടയിൽ ആക്രമികൾ വലിയ തോതിൽ നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായും നാഗ്പൂർ പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഹിൻസ്പൂരി പ്രദേശത്തെ കടകളിൽ അതിക്രമിച്ചു കയറിയ കലാപകാരികൾ അവ നശിപ്പിച്ചു. കൂടാതെ കലാപകാരികൾ നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ കലാപകാരികൾ ആളുകളുടെ വീടുകളും ആശുപത്രികളും വെറുതെ വിട്ടില്ല. അതേസമയം സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് കോട്വാലി, ഗണേഷ്പൂർ തഹസിൽ, ലഗത്ഗഞ്ച്, പച്പോളി, ശാന്തിനഗർ, സക്കർധാര, സന്ദൻവാൻ, ഇമാംവാര, യശോധര നഗർ, കബിൻ നഗർ എന്നിവയുൾപ്പെടെ നിരവധി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ പോലീസ് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വിഷയത്തിൽ താൻ വ്യക്തിപരമായി ഏറെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ എല്ലാ കർശന നടപടികളും സ്വീകരിക്കാൻ പോലീസ് കമ്മീഷണർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും സമാധാനം കൈവിടില്ലെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.